PV അൻവർ രാജിവെച്ചതിൻ്റെ ഒഴിവിൽ നിലമ്പൂർ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ മെയ് 20-ാം തീയതിക്ക് ശേഷം ഏതാണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റുകളൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിലമ്പൂർ ചെന്ന് നമ്മൾ വളരെ വിശദമായിട്ടുള്ളൊരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ആർക്കാണ് അവിടെ ജയസാധ്യത, എന്താണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അവിടെ നിലമ്പൂരുള്ള ഒരു 2011 സെൻസസ് പ്രകാരമുള്ള ഒരു മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 43.9%. അതായത് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് മുസ്ലിംസ് ആണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ 2011 സെൻസസ് പ്രകാരം 43.9%. അതേസമയം ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 45.3%. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം മുസ്ലിം പോപ്പുലേഷനിൽ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഈക്വൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 0.5% 1% കൂടുതൽ മുസ്ലിം ജനസംഖ്യയാണ്. പിന്നെ ക്രിസ്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് 10.8% അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഇവിടത്തിൽ തന്നെ ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് മണ്ഡലമാണ് ബേസിക്കലി അത്. ഏറ്റവും ആദ്യം കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു MLA നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച കാര്യം നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം വെടിയേറ്റ് മരിക്കേണ്ടി വന്നൊരു സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള CPM-നെ സംബന്ധിച്ചുള്ള ഒരു മണ്ഡലമാണ്, കുഞ്ഞാലിയുടെ മണ്ഡലമാണ് ഈ പറയുന്ന നിലമ്പൂർ എന്ന് പറയുന്നത്. പക്ഷേ നിലമ്പൂരിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ജയിച്ചതിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്തായി CPM-ന് ഒരിക്കൽ പോലും സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇടാനായിട്ടൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. അവിടെ പലപ്പോഴും കഴിഞ്ഞ 2 തവണയും അവിടെ നമുക്കറിയാം PV അൻവറാണ് ജയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് പിന്നീട് LDF-ലായി മത്സരിച്ചിട്ടുള്ള ഒരു സ്വതന്ത്രനാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ പുകിലെന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് LDF ഇടുകയും അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കൺവീനറായി മാറുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം, മമതാ ബാനർജിയുടെ പാർട്ടിയുടെ. അപ്പോഴാണ് രാജിവെച്ചത്. അതിന് മുൻപ് നമുക്കറിയാം TK ഹംസ എന്ന് പറയുന്ന മലപ്പുറം DCC പ്രസിഡൻ്റ് ആയിരുന്ന ഒരാളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിക്കുകയും ജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പല പണികളുമൊക്കെ തന്നെ ഈ പറയുന്ന CPM-കാർ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും CPM അവിടെ പ്രതീക്ഷിക്കുന്നത് ഒരു LDF സ്വതന്ത്രനെയാണ്. പാർട്ടിയുടെ ആരെങ്കിലും മത്സരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ആളുടെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാട്ടുമ്മൽ സലീം എന്ന് പറയുന്ന ഒരു വനിതയുടെ പേര് കേൾക്കുന്നുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള. അതുപോലെ മാട്ടുമ്മൽ സലീം എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാൻ്റെ പേര് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ കായിക താരവും ഫുട്ബോളറും ഒക്കെ ആയിട്ടുള്ള ഷറഫ് അലിയുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ പേരുകൾക്കുമൊക്കെ അപ്പുറം കുറച്ചുകൂടി CPM ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളത് പോലെ തന്നെ മലപ്പുറത്ത് അവർക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സമ്പന്നരായിട്ടുള്ള വ്യവസായികളെ തേടുകയും അതിനൊരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ഇപ്പോൾ അബ്ദുറഹ്മാനെ പോലെ PV അൻവറിനെ പോലെയുള്ള ആളുകളെ തേടിക്കൊണ്ടിരിക്കുകയാണ് CPM അവിടെ. കാരണം ഇടക്ക് കേട്ടിരുന്നത് M സ്വരാജ് മത്സരിക്കുമെന്നാണ്. M സ്വരാജും മത്സരിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കോൺഗ്രസ്സിന് ഏതാണ്ട് ഉറപ്പുള്ളൊരു മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഒരു ഭരണവിരുദ്ധ വികാരം കൂടി നോക്കിയാൽ കോൺഗ്രസ്സിന് വലിയ വിജയം സമ്മാനിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. ഈ കോൺഗ്രസിൻ്റെ അവിടെയുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 45.1%. 2011 ശേഷം എടുത്തു നോക്കിയാൽ, കൃത്യമായിട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 45.1% ആവറേജ് വോട്ട് അവിടെ കോൺഗ്രസ്സിനുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ആ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ലോക്സഭയൊക്കെ വരുമ്പോഴേക്കും അത് 67.8% വോട്ടുകൾ. അതാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ തവണ 2026 പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴാണ്. അതായത് 95,000-ലധികം വോട്ട് കിട്ടി. പക്ഷേ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ നമ്പർ ഓഫ് വോട്ട്സ് കിട്ടിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴാണ്. കാരണം അന്നേരം അദ്ദേഹത്തിന് 1,03,000-ലധികം വോട്ടുകൾ കിട്ടിയിരുന്നു. അത് വലിയ തോതിലുള്ള ഭൂരിപക്ഷമാണ്. പക്ഷേ പെർസെൻറ്റേജ് ഇത്രയും വന്നില്ല. പെർസെൻറ്റേജ് വരാത്ത കാര്യം അന്നേരം ടോട്ടൽ വോട്ട് കുറവായിരുന്നു. കഴിഞ്ഞ തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഇലക്ഷൻ വന്നപ്പോഴേക്കും ആളുകളൊക്കെ തന്നെ മടുത്തിരുന്നു. കാരണം ഒരുപാട് ബൈ ഇലക്ഷൻസ് വന്നിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് 1,40,000 ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ആലോചിക്കണം. അതിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് 95,000-ലധികം വോട്ടുകൾ കിട്ടിയത്. അതായത് 67.8% ആളുകൾ വേണമെങ്കിൽ അവിടെ ഈ പറയുന്ന കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാവുന്ന ആളുകളുണ്ടെന്ന് ചുരുക്കം. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡായിട്ടുള്ള ഒരു മണ്ഡലമാണ് UDF-നെ സംബന്ധിച്ചുള്ള നിലമ്പൂർ. ആ നിലമ്പൂരിൽ പലപ്പോഴും UDF-ന് തോൽവി ഉണ്ടായിട്ടുള്ളതെല്ലാം തന്നെ കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെയുള്ള ചില കാലുവാരലുകളും അവരുടെ പടലപ്പിണക്കങ്ങളും ഒക്കെ കൊണ്ടാണ് അവിടെ തോൽവി ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇനി
LDFിൻ്റെ കാര്യം എടുത്തു വെച്ചാൽ ഈ LDFിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പെർഫോമൻസ് അതീവ ദയനീയമാണ്. ഏതാണ്ട് 20% മാത്രമേ അവർക്ക് വോട്ട് ഷെയർ അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ വലിയ കുറവ് ഈ ലോക്സഭയുടെയൊക്കെ കാര്യത്തിൽ അവിടെ 21.3% ഏറ്റവും കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത്. അതിന് തൊട്ടു മുമ്പ് LDFിന് അവിടെ കിട്ടിയിട്ടുള്ളത് വെറും 26.6%. അതായത് 2024 അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ അത്രത്തോളം വോട്ട് കുറയാവുന്ന ഒരു മണ്ഡലമാണ് LDFിന്. പക്ഷേ എങ്കിൽ പോലും ഒരു ഈസി വാക്ക് ഓവറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത കാര്യമെന്ന് പറയുന്നത് 2011 മുതലുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ എടുത്തു വെച്ച് നമ്മൾ കൃത്യമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറയുന്നത് 44.5% താഴേക്ക് LDFിൻ്റെ വോട്ടുകൾ പോയിട്ടില്ല. അത് സ്വതന്ത്രരെ കൂടി നിർത്തി പരീക്ഷിച്ചതുകൊണ്ടാണ്, PV അൻവറിനെ പോലെയുള്ള ആളുകളൊക്കെ നിന്നതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ പോലും 44.5% വരുന്ന വോട്ടുകളിൽ നിന്ന് കുറവ് ഈ പറയുന്ന പോലെ ഉണ്ടായിട്ടില്ല. ആർക്ക്? LDFിന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ തവണ PV അൻവർ ജയിക്കുന്നത് തന്നെ അവിടെ ഒരു അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ ഒരു 4.5%-ലധികം വോട്ടുകൾ കൂട്ടിക്കൊണ്ട് വി വി പ്രകാശ് ഒരു 12,000-ലധികം വോട്ടുകൾ അവിടെ കൂട്ടി കോൺഗ്രസ്സിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന 66,000-ഓളം വോട്ടുകളിൽ നിന്ന് ഏതാണ്ട് 77,000-ലധികം വരുന്ന വോട്ടുകളിലേക്ക് വി വി പ്രകാശ് അവിടെ എത്തിച്ചു. പക്ഷെ അപ്പോഴും സംഭവിച്ചൊരു കാര്യം, അവിടെ കഴിഞ്ഞ തവണ ഈ പറയുന്ന PV അൻവറിന് കിട്ടിയ വോട്ടുകളേക്കാൾ 4,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ, അതായത് കഴിഞ്ഞ തവണ PV അൻവറിന് കിട്ടിയത് 77,000-ആണ്. പക്ഷേ അതിനേക്കാൾ 4,000 വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ PV അൻവറിന് കഴിഞ്ഞതുകൊണ്ടാണ് 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ PV അൻവർ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു മത്സരമാണ്. ആ മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോൺഗ്രസിനകത്തുനിന്ന് ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത്. ഞങ്ങളവിടെ ഒരു 1,080-ഓളം ആളുകളുടെ സർവേ നടത്തുകയും ഒരു 200-ഓളം പേരെ അല്ലാതെയൊക്കെ പല പ്രമുഖരായിട്ടുള്ള ആളുകളെ കാണുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ നിന്ന് എനിക്ക് പറയാം, യുണൈറ്റഡായി കോൺഗ്രസ് നിന്നാൽ വേണമെങ്കിൽ കോൺഗ്രസിന് ഇത്തവണ ഒരു 50-51% വരെ വോട്ട് മേടിച്ചുകൊണ്ട് ജയിക്കാൻ കഴിയാവുന്ന വലിയ സാഹചര്യം അവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം കൂടി നടത്താം. ഇപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് എന്നോട് ചോദ്യം ചെയ്യാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള വീഡിയോകൾ കൂടി കാണണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണമെങ്കിൽ വലിയ തോതിൽ ഒരു ഭൂരിപക്ഷം വേണമെങ്കിൽ ഒരു 80,000-ഓ 90,000-ഓ ഒക്കെ വോട്ട് വേണമെങ്കിൽ പോലും UDFിന് കിട്ടാവുന്ന ഒരു സാഹചര്യം, ഒരു 70,000-80,000 വോട്ടുകൾക്കിടക്ക് അല്ലെങ്കിൽ 85,000 വോട്ടുകൾ വരെയൊക്കെ കിട്ടാവുന്ന വലിയ സാഹചര്യം UDFിന് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഒന്ന്, തീർച്ചയായിട്ടും UDFിനകത്ത് നിന്ന് കോൺഗ്രസിനകത്ത് നിന്ന് ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും. ഒന്ന്, ആര്യാടൻ ഷൗക്കത്തുണ്ട്, പിന്നെ VS ജോയി ഉണ്ട്. ഇതിൽ ആര് തന്നെ നിന്നാലും അവിടെ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിൽ തീർച്ചയായിട്ടും ഒരാൾ നിന്നാൽ മറ്റ് ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടാവുക, ആരാണ് പാലം വലിക്കുക എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അവരോടൊക്കെ പലപ്പോഴും ഞാൻ വ്യക്തിപരമായി സംസാരിച്ചുകൊണ്ട് ഞാനത് പോകുന്നില്ല. പകരം നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിൽ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ അത് എത്രത്തോളം അതിനെ ബാധിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് LDFിൻ്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും എന്നുള്ളത് ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJPക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് BJP മേടിച്ചിട്ടുള്ളത് കെ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ്. 17,000-ലധികം വോട്ടുകൾ കിട്ടി. പക്ഷേ ഇത്തവണ നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും BJPക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ലാതെ മനസ്സിലാക്കിയ വോട്ടുകൾ കുറയുന്നതാണ് ചെയ്യുന്നത്. അത് ഒരു 8,000-നും 13,000, 14,000 അടക്കമുള്ള വോട്ടുകൾ മാത്രമേ, അല്ലെങ്കിൽ കൂടി വന്നാൽ 15,000-ഓളം വരുന്ന വോട്ടുകൾ മാത്രമേ BJPയോട് പ്രതീക്ഷിക്കുന്നുള്ളൂ. BJPക്ക് ആകെയുള്ള ഒരു 10%-ഓളം വരുന്ന വോട്ട് ഷെയറാണ്. അത് നിർണായകമാണ്. അവരുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുകയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളായ അന്തർധാരകളൊക്കെ ഉണ്ടായാൽ അത് കുറച്ച് നിർണായകമാണ്. പക്ഷേ ഇപ്പോൾ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകളൊക്കെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെ മത്സരിച്ചാൽ BJPയുടെ വോട്ടുകളൊക്കെ തന്നെ BJP കിട്ടുകയും വേണമെങ്കിൽ ഒരു ചെറിയ ശതമാനം വോട്ടുകൾ കൂടുതലായി സമാഹരിക്കാൻ കഴിയുമൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞാൽ അത് ആരെ ബാധിക്കും എന്നുള്ളതുമൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇപ്പം നിലമ്പൂരിൻ്റെ ഒരു സാധ്യത വെച്ചിട്ട് നിലമ്പൂർ ബേസിക്കലി തന്നെ നമുക്കറിയാം അതൊരു കോൺഗ്രസ് കൾച്ചറുള്ള മണ്ഡലമാണ് എന്നുള്ളതറിയാം. മുസ്ലിം ലീഗിന് വലിയ
തോതിൽ പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ പിന്നെ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു വേലിയേറ്റമാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ പോലും വളരെ നിർണായകമായ ഒരുപക്ഷെ നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസിന് വോട്ട് നേടി ജയിക്കാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റും അതുപോലെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ഒരു വലിയ തോതിലുള്ള പഠനം നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള പഠനം നടത്തിയതിൻ്റെ റിപ്പോർട്ടുമൊക്കെ നമ്മുടെ കൈവശമുണ്ട്. അതിൽ നിന്ന് ഷെയർ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്ത്. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം, വലിയ തോതിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്, മിന്നുന്ന ത്രസിക്കുന്ന ഒരു വിജയമാണ് UDFനെ കാത്തുനിൽക്കുന്നത്. പക്ഷേ ഒരൊറ്റ കണ്ടീഷനിൽ UDF ഒരുമിച്ച് നിന്നാൽ LDFിൻ്റെ സ്ഥാനാർത്ഥി ഒരു രണ്ടാം കിട നേതാക്കന്മാരാരെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ തോതിലുള്ളൊരു വിജയമുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാനാണ് സാധ്യത. ആ ഭൂരിപക്ഷവും കൃത്യമായ റിസൾട്ട് എന്താകും എന്നുള്ളതും പ്രവചിച്ചുകൊണ്ടുള്ള വീഡിയോ ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് ഒരു 2-3 ദിവസം മുമ്പ് അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പോ ഞാൻ നിങ്ങളോട് ചെയ്തതാണ്. ഇതിപ്പോൾ വളരെ വിശദമായിട്ടുള്ളൊരു പഠനത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഇനി വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും MLA മാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഒക്കെ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സർവേയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ് ചെയ്യേണ്ട ആവശ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നത് കൂടിയാണ് എന്നൊരു വാചകം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബാക്കിയെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും അതിനുശേഷവും.